നമുക്ക് വളരെ പ്രധാനപ്പെട്ട രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കൂടി നടന്ന ഒരു ദിവസമാണെന്ന്. അവിടെ BJP മഹാരാഷ്ട്രയിൽ അത്ഭുതകരമായ വിജയമാണ് നേടിയത്. BJP സഖ്യം, മഹായുതി സഖ്യം വലിയ വിജയം, 220ഓളം സീറ്റുകൾ നേടി അവിടെ അധികാരം ഉറപ്പിച്ചിരിക്കുകയാണ്. ശരത് പവാറിനെയൊക്കെ 232 സീറ്റുകൾ ശരത് പവാറിനെയൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് യഥാർത്ഥ ശിവസേന ആര് എന്ന് തെളിയിച്ചുകൊണ്ട് NCP അജിത് പവാർ അടക്കമുള്ളവരുടെ NCP യഥാർത്ഥമാണ് തെളിയിച്ചുകൊണ്ട് BJP സഖ്യം അമിത്ഷാ മോദി കൂട്ടുകെട്ടിൽ ഫട്നാവിസിന്റെ നേതൃത്വത്തിൽ വലിയ വിജയം അവിടെ നേടി എന്നുള്ള സാഹചര്യം കൂടിയുണ്ട്. അത് ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ന് വലിയ ചർച്ചയാണ്. കാരണം ഹരിയാനയ്ക്ക് പിന്നാലെ മഹാരാഷ്ട്രയിൽ കൂടി ഈ ഒരു വിജയം നേടുമ്പോൾ BJP തുടർച്ചയായി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിന്റെ ഒരു തിരിച്ചുവരവ് എന്നൊക്കെ പറയുന്നതിനെ അപ്രസക്തമാക്കുന്നു എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. KP അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, ഇവിടെ മഹാരാഷ്ട്രയിലെ ഒരു വിജയം വിദർഭ മേഖലയിൽ അടക്കം വലിയ മുന്നേറ്റം കാഴ്ചവെച്ചുകൊണ്ട് ഏതാണ്ട് ശിവസേന വിഭാഗത്തെയും ഒപ്പം NCP ശരത് പവാർ വിഭാഗത്തെയും കോൺഗ്രസിനെയും ഒക്കെ പാടെ തൂത്തെറിഞ്ഞുകൊണ്ടാണ് ഈ വലിയ വിജയം മഹായുതി സഖ്യം നേടുന്നത്. എന്തൊക്കെ ഘടകങ്ങളാണ് അവിടെ പിന്തുണച്ചത് NDA? രഞ്ജിത്ത്, കേരള രാഷ്ട്രീയം കഴിഞ്ഞ കുറെ മണിക്കൂറുകളായി ഉപതെരഞ്ഞെടുപ്പ് നടന്ന 3 മണ്ഡലത്തിലെ ഫലം ആണ് ഇഴകീറി പരിശോധിക്കുന്നത് എങ്കിൽ ദേശീയ രാഷ്ട്രീയം ഇപ്പോൾ സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് മഹാരാഷ്ട്രയിലെ BJP സഖ്യത്തിന്റെ മിന്നുന്ന വിജയത്തെ ആണ്. അത് കേവലമായ ഒരു വിജയം മാത്രമല്ല, അധികാരത്തിൽ ഏറുമ്പോൾ 3/2 ഭൂരിപക്ഷത്തോടു കൂടിയാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ മഹായുതി സഖ്യം അധികാര തുടർച്ചയിലേക്ക് പോകുന്നത് എന്നതാണ്. അതോടൊപ്പം തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം ഈ സമീപകാല തെരഞ്ഞെടുപ്പുകളിലെ ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്നായി മഹാരാഷ്ട്ര അടയാളപ്പെടുത്തുകയും ചെയ്യും. കാരണം മഹാരാഷ്ട്രയുടെ മണ്ണ് എപ്പോഴും മഹാരാഷ്ട്രവാദത്തെ അല്ലെങ്കിൽ മറാത്താവാദത്തെ പിന്തുണച്ചിരുന്ന മണ്ണാണ്. അത്തരത്തിലുള്ള ഒരു ഭൂമികയിൽ BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വിജയത്തിലേക്ക് കടക്കുമ്പോൾ അവർ മത്സരിച്ച സീറ്റുകളുടെ എണ്ണം എന്നതുകൂടിയാണ് വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നത്. നമുക്കറിയാം, ഏതാണ്ട് 6 മാസങ്ങൾക്ക് മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമ്പേ പരാജയപ്പെട്ട BJP സഖ്യ ചർച്ചകളിൽ ഉൾപ്പെടെ സ്വീകരിച്ചിട്ടുള്ള തന്ത്രങ്ങൾ അത് പൂർണ്ണമായും വിജയിച്ചു എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. നമുക്ക് നമ്മുടെ വീഡിയോ വാളിന്റെ സഹായത്തോടു കൂടി തന്നെ ആ തെരഞ്ഞെടുപ്പ് ഫലത്തെ അവലോകനം ചെയ്യുമ്പോൾ നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ഈ തെരഞ്ഞെടുപ്പിൽ 288 സീറ്റുകളിൽ BJPയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് 233 സീറ്റുകൾ എന്നതാണ്. അതായത് കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായ സീറ്റുകളേക്കാൾ ബഹുദൂരം മുന്നിലേക്ക് എത്തിയിരിക്കുന്നു BJP എന്ന് മാത്രമല്ല, NDA സഖ്യം എന്ന് മാത്രവുമല്ല, ഏതാണ്ട് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കുന്ന സാഹചര്യത്തിൽ 148 സീറ്റുകളിൽ ആണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 148 സീറ്റുകളിൽ ആയിരുന്നു ഇത്തവണ BJP മത്സരിച്ചത് എങ്കിൽ അതിൽ 134 സീറ്റുകളിൽ BJPക്ക് വിജയിക്കാൻ സാധിക്കുന്നു എന്നത് വളരെ മികച്ച ഒരു പ്രകടനം എന്ന് തന്നെ നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നു. അങ്ങനെ 134 സീറ്റുകളിൽ ആണ് BJP ഇവിടെ വിജയക്കൊടി പാറിച്ചത് എങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ശിവസേന സഖ്യവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഒട്ടേറെ തർക്കങ്ങൾ നേരത്തെ തന്നെ, അതായത് ശിവസേന സഖ്യത്തെ പിളർത്തിയതിനു ശേഷം ആരാണ് യഥാർത്ഥ ശിവസേന എന്നത് സംബന്ധിച്ച തർക്കങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ട്. അവിടെയായിരുന്നു ഈ മഹാവികാസ് അഘാഡിയുടെ ഭാഗമാകുന്ന ഉദ്ധവ് താക്കറെയോട് ആവർത്തിച്ച് ഷിൻഡെ വിഭാഗം ചോദിച്ചുകൊണ്ടിരുന്നത് ബാൽ താക്കറെ മുന്നോട്ട് വെച്ച ആശയങ്ങളെ നിങ്ങൾക്ക് ഉയർത്തിപ്പിടിക്കാൻ സാധിക്കും. വീഡിയോ വാളിന്റെ സഹായത്തോടു കൂടി ഈ ഡേറ്റകൾ പരിശോധിക്കുമ്പോൾ ഇതിൽ എടുത്തു പറയേണ്ടത് BJPയുടെ മുന്നേറ്റം തന്നെയാണ്. BJP മത്സരിച്ച സീറ്റുകൾ ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അതായത് BJPയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ 148 സീറ്റുകൾ മത്സരിക്കുമ്പോൾ അതിൽ 134 സീറ്റുകളിൽ BJPക്ക് വിജയം ഉറപ്പിക്കാൻ സാധിച്ചു എന്നതാണ് എടുത്തു പറയേണ്ടത്. മറ്റൊന്ന്, ശിവസേനയെ സംബന്ധിച്ചിടത്തോളം ഷിൻഡെ വിഭാഗം ഇത്തവണ മത്സരിച്ചത് 81 സീറ്റുകളിൽ ആയിരുന്നു. ആ 81 സീറ്റുകളിൽ 55 സീറ്റുകളിലും വിജയക്കൊടി പാറിക്കുവാൻ അവിടെ ഷിൻഡെ വിഭാഗത്തിന് സാധിച്ചു എന്നുള്ളതാണ്. ഒപ്പം NCP പിളർത്തിക്കൊണ്ടാണ് അങ്ങനെ അധികാരത്തിലേക്ക് എത്തിയത് മഹായുതി സഖ്യം എന്നത് നമുക്കറിയാം. അവിടെ NCPയെ സംബന്ധിച്ചിടത്തോളവും അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരുന്നു. അതായത് ശരത് പവാറിന്റെ NCP ആണോ അജിത് പവാറിന്റെ NCP ആണോ യഥാർത്ഥ NCP? ഇങ്ങനെ അക്ഷരാർത്ഥത്തിൽ മഹാരാഷ്ട്രയിൽ ഏറ്റുമുട്ടിയത് കോൺഗ്രസും BJPയും തമ്മിൽ മാത്രമായിരുന്നില്ല. ശിവസേന ഷിൻഡെ വിഭാഗം, ഉദ്ധവ് താക്കറെ വിഭാഗം, NCPയുടെ അജിത് പവാർ വിഭാഗം, അതോടൊപ്പം തന്നെ ശരത് പവാർ വിഭാഗം,
അടക്കം ഇവിടെയെല്ലാം നമുക്ക് മേൽക്കൈ നേടാൻ സാധിച്ചത് വളരെ കൃത്യമായി തന്നെ ഈ മഹായുതി സഖ്യത്തിന് ആണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. NCPയുടെ അജിത് പവാർ വിഭാഗം 59 സീറ്റുകളിൽ ആണ് മത്സരിച്ചിരുന്നത്. അതിൽ 40 സീറ്റുകളിലും വിജയക്കൊടി പാറിക്കാൻ അവിടെ സാധിക്കുകയും ചെയ്യുന്നു. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. മഹാരാഷ്ട്രയുടെ ഒരു ഓവറോൾ ചിത്രം ആണ് പ്രേക്ഷകർ ഇപ്പോൾ ഈ കാണുന്നത്. അത് എത്രത്തോളം കാവി പുതച്ചിരിക്കുന്നു. അതായത് സമസ്ത മേഖലകളിലും തന്നെ BJPയുടെ അല്ലെങ്കിൽ NDA സഖ്യത്തിന്റെ വളരെ കൃത്യമായൊരു ആധിപത്യം പുലർത്താൻ ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് സാധിച്ചു എന്നതാണ് എടുത്തു പറയേണ്ടത്. അതേസമയം മറുഭാഗത്തേക്ക് വന്ന അതായത് കോൺഗ്രസ് നേതൃത്വം നൽകിയ സഖ്യം ഇന്ത്യ സഖ്യത്തിലേക്ക് വന്നാൽ അവിടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടം നേരിടുന്നു എന്നതാണ് ഈ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ മാജിക് ബോളിൽ കാണുന്ന ഡേറ്റകൾ പരിശോധിക്കുമ്പോൾ അതിൽ എടുത്തു പറയേണ്ടത് 288 മണ്ഡലങ്ങളുടെ ഫലം വരുമ്പോൾ ഈ 49 എന്നത് ഒന്നുകിൽ ഇന്ത്യ സഖ്യം വിജയിക്കുകയോ അല്ലെങ്കിൽ ലീഡ് എത്തി നിൽക്കുകയോ ചെയ്യുന്നവയാണ്. ഇനി കുറച്ച് റിസൾട്ട് മാത്രമാണ് പുറത്തു വരാനുള്ളത്. അവിടെ മുഖ്യമന്ത്രി ആരെ എന്നത് സംബന്ധിച്ച ചർച്ചകളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. പക്ഷേ ഈ ഡേറ്റകളിൽ നേരിയ വ്യത്യാസം ഉണ്ടാകാം. എന്തായാലും ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അത് 49 സീറ്റുകളിലേക്ക് ചുരുങ്ങിപ്പോയിരിക്കുന്നു. അതായത് ഈ ചിത്രത്തിൽ തന്നെ ഇപ്പോൾ ഇന്ത്യ സഖ്യമില്ല. അതായത് മഹാരാഷ്ട്രയുടെ ഈ ചിത്രം പരിശോധിക്കുമ്പോൾ ഇന്ത്യ സഖ്യം എന്നത് പൊട്ടും പൊടിയും മാത്രമായി അവശേഷിക്കുന്നു എന്ന് നമുക്ക് വളരെ കൃത്യമായി പറയാൻ സാധിക്കും. അതിൽ ഏറ്റവും നഷ്ടം നേരിട്ടത്, ഏറ്റവും കനത്ത നഷ്ടം നേരിട്ടത് കോൺഗ്രസ് തന്നെയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഡേറ്റ നോക്കുക, 15 സീറ്റുകൾ, കേവലം 15 സീറ്റുകളിലേക്ക് കോൺഗ്രസ് ഒതുങ്ങിപ്പോകുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ടത് ഇവിടെ കോൺഗ്രസ് മത്സരിച്ചത് 102 സീറ്റുകളിൽ ആയിരുന്നു കോൺഗ്രസ് മത്സരിച്ചത് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഈ 102 സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസിന് കേവലം 15 മാത്രം ആണ്